മാണിയാട്ടി പ്രസവിച്ചു. മാണിയാട്ട് മനയിലെ മണിവിളക്കേ, പെരിഞ്ചല്ലൂർ നാടിന്റെ മാണിയൂട്ടുമണയിലെ തനി തങ്ക കന്യാവ്, 15-ാം വയസ്സിലെ പണ്ഡിതയെന്ന് പേര് കേട്ട പെരിഞ്ചല്ലൂർ നാട്ടുകാരി. ഉത്തരകേരളത്തിൽ കോലങ്ങൾക്കുടമയായ കോലത്തിരിയുടെ സാന്നിധ്യത്തിൽ പെരിഞ്ചല്ലൂരിലെ തർക്കമണ്ഡപത്തിൽ വരണ്യവർഗ പണ്ഡിതന്മാർ അണിനിരുന്നു. പെട്ടെന്ന് തർക്കമന്ദിരത്തിൽ ഒരു മിന്നൽ പിണർ. അനങ്കശരാസനമൊത്ത പുരികങ്ങളും സൂര്യകാന്തി പൂവൊത്ത കണ്ണുകളും പാർവണേന്ദുവൊത്ത മുഖവും മൃദുമന്ദഹാസവുമായി ദേവകന്യയെത്തി. വേദം, ശാസ്ത്രം, മീമാംസ, പുരാണം എന്നിവയിലെല്ലാം തർക്കം നടന്നു. അപ്രതിരോധ്യമായ മേധാശക്തിയുമായി ദേവകന്യ സൂര്യശോഭ പോലെ നിറഞ്ഞു നിന്നപ്പോൾ വരണ്യവർഗം കെണിയൊരുക്കി. രസത്തിൽ വച്ച് ഏറ്റവും രസമേതെന്നവർ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞുപോയി, രസം കാമരസം രസമെന്ന്. അനുഭവമാണെന്ന് പ്രവചനത്തിന് അടിസ്ഥാനമെന്നോതി ഭ്രഷ്ടയാക്കപ്പെട്ട ആ അന്തണകന്യക നിരപരാധിത്വം തെളിയിക്കാൻ അഗ്നികുണ്ഠമൊരുക്കി. മുച്ചിലോടന്റെ തുത്തികയിലെ എണ്ണയുടെ മികവിനാൽ അഗ്നികുണ്ഠം ആകാശത്തോളം ഉയർന്നു. പ്രപഞ്ചം വിറപ്പിച്ച് നൃത്തം ചവിട്ടുന്ന സംഹാരശക്തികൾ ആ ജീവൻ ചെന്ന് ലയിച്ചു. കാലാകാലൻ ഇളകിയാടി. അഷ്ടനാഗങ്ങൾ ഫണം വരുത്തി ചീറ്റി. തിരുവുടൽ വിയർത്തൊഴുകി. ഭഗവാന്റെ 3-ാം കണ്ണിൽ നിന്നും അത്യുജ്വലമായൊരു ജ്യോതിസ് ഉയർന്നു. തുത്തികയിൽ നിന്നു തൈലമേകി, പടനായർ പ്രാർത്ഥന നിരതനായി. അഗ്നിയിൽ നിന്നവൾ പുതിയൊരു ജ്വാലയായി. അഗ്നിയിൽ നിന്നവൾ പുതിയൊരു ജ്വാലയായി. മുച്ചിലോട്ടം ഇഷ്ടരൂപസിദ്ധിയും ശിക്ഷാരക്ഷാസിദ്ധിയാകുന്ന ദീപിതക്കോലുകളും നൽകി കൈലാസേശ്വരൻ ഭൂമിയിലേക്ക് അയച്ച പരാശക്തിയാണ് മുച്ചിലോടൻ പടനായർക്ക്. കരിമ്പനകിലും കന്നിരാശിയിലും ദർശനം നൽകി കരിവള്ളൂരിൽ കുടികൊണ്ട മുച്ചിലോട്ടമ്മയെന്ന നിത്യകന്യകയായ ശ്രീ പരമേശ്വരി. തർക്കശാസ്ത്രത്തിൽ തങ്ങളുടെ അറിവും കഴിവും തെളിയിക്കുക ഒരു പതിവായിരുന്നു. അതിൽ അന്നത്തെ ആചാരപ്രകാരം ഗുരുകുല വിദ്യാഭ്യാസത്തിനായി ചേർന്നു. 15 വയസ്സായപ്പോഴേക്കും കന്യകയായ ഈ പെൺകിടാവ് സർവ്വവിദ്യകളിലും അറിവ് നേടുകയും പ്രശസ്തി നേടുകയും ചെയ്തു. നാടുവാഴിയുടെയും നാട്ടുകാരുടെയും
കണ്ണിലുണ്ണിയായി മാറിയ അവൾ പാവപ്പെട്ടവരോട് കരുണയുള്ളവളായിരുന്നു. എന്നാൽ വെറുമൊരു പെണ്ണായ അവളുടെ പാണ്ഡിത്യത്തെ അംഗീകരിക്കാൻ പെരിഞ്ചല്ലൂരിലെ യാഥാസ്ഥിതിക നമ്പൂതിരിമാർക്കായില്ല. ഈ സമയത്താണ് അവളുടെ മറുപടിയായി ഏറ്റവും പ്രസവവേദനയെക്കുറിച്ചും രതിസുഖത്തെക്കുറിച്ചും ആധികാരികമായി പറയാൻ കന്യകയ്ക്ക് അവകാശമില്ലെന്നും പണ്ഡിതസഭ ഒന്നടങ്കം ആക്ഷേപിച്ചു. ശേഷം കന്യകയെ ഇല്ലത്തുനിന്നും പുറത്താക്കുകയും ചെയ്തു. അപമാനിതയായ ആ കന്യക വടക്കോട്ട് നടന്ന് കരിവള്ളൂരിൽ എത്തി. കരിവള്ളൂർ അപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടുവണങ്ങി. തന്റെ സങ്കടം അറിയിച്ച് മനമുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സ്വയം അഗ്നികുണ്ഡം ഒരുക്കി. ആത്മത്യാഗം ചെയ്യാൻ തീരുമാനിക്കുന്നു. ദേരമംഗലം ക്ഷേത്രത്തിലേക്ക് എണ്ണയുമായി ആ വഴി പോയ മുച്ചിലോട് പടനായരോട് തീയിലേക്ക് എണ്ണ ഒഴിക്കാൻ ആവശ്യപ്പെടുന്നു. അവളുടെ വാക്കുകൾ കേട്ട് അമ്പരന്നു. മുച്ചിലോട് പടനായർ എണ്ണ മുഴുവൻ തീയിലേക്ക് ഒഴിച്ചു. അങ്ങനെ അഗ്നിപ്രവേശത്തോടെ തന്റെ പരിശുദ്ധി തെളിയിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിനോടം കണ്ടത് പാത്രം നിറയെ എണ്ണ നിറഞ്ഞതായാണ്. ആത്മാഹുതി ചെയ്ത കന്യക കരിവള്ളൂരപ്പന്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്ന് മുച്ചിലോടൻ മനസ്സിലാക്കുന്നു. ശേഷം തന്റെ കുലദേവതയായി കണ്ട് ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു.